ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് ലോട്ടസ് വരയ്ക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഒരു 3 ടൈപ്പ് ലോട്ടസാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ടൈപ്പ് എന്ന് പറയുമ്പോൾ അതുപോലെ റെയിൻ ഡ്രോപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 സൈഡിലും പെറ്റൽസ് വരയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് പെറ്റൽ വരയ്ക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ലൈൻ എടുത്തിട്ട് വേണം കേട്ടോ വരയ്ക്കാൻ. സെൻറ്ററിലൊരു ഡോട്ടും കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫസ്റ്റത്തെ ലോട്ടസ്. പിന്നെ 2 സൈഡിലും ഒരേ ലെവലിൽ പെറ്റൽസ് വരയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ലോട്ടസ് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് ലോട്ടസ് എന്ന് പറയുമ്പോൾ സെയിം റെയിൻ ഡ്രോപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ പെറ്റൽസ് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഷെയ്ഡിങ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ഡോട്ടൊക്കെ കൊടുക്കണേ. പിന്നെ ഇപ്പോൾ കോമൺ ആയിട്ട് ഈ ഒരു ലോട്ടസാണ് കേട്ടോ കാണുന്നത്. എല്ലാ ഒട്ടുമിക്ക ഡിസൈനിലും ഈ ഒരു ലോട്ടസാണ് കാണുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ഒരു ലോട്ടസിനെ അപേക്ഷിച്ചിട്ട് ഇത് കുറച്ചും കൂടിയും വരയ്ക്കാൻ എളുപ്പം തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ലോട്ടസ് നോക്കാം. അതുപോലെ വീണ്ടും റെയിൻ ഡ്രോപ്പ് വരയ്ക്കുക. എന്നിട്ട് അതുപോലെ പെറ്റൽസ് നമ്മൾ ഫസ്റ്റത്തേലൊക്കെ പെറ്റൽസ് നമ്മൾ താഴേക്കായിട്ടല്ല വരച്ചിരിക്കുന്നത്. നമ്മൾ മുകളിലേക്കായിട്ടാണ് കേട്ടോ വരയ്ക്കേണ്ടത്. ഒന്നിന് മീതെ ഒന്നായിട്ട് പെറ്റൽസ് വരച്ചു കൊടുക്കണം കേട്ടോ. സെയിം വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ ഈ ഒരു സൈഡിൽ നമുക്കൊരു കേവ് ലൈൻ കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് തിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു കേവ് ലൈൻ കൊടുക്കുക, ചെറിയ ഹംസ് വരച്ചു കൊടുക്കുക. പിന്നെ മേലെ പെറ്റൽസ് കൊടുക്കുക. ഹംസ് പെറ്റൽസ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴെയും ഇതുപോലെ പെറ്റൽസ് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഓരോ പെറ്റൽസിൻ്റെ ഉള്ളിലും ഷെയ്ഡിങ് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഷെയ്ഡിങ് കുറച്ചും കൂടിയും നല്ല രീതിയിൽ കൊടുക്കാൻ നോക്കും. ഷെയ്ഡിങ് നന്നായി കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ ഡിസൈനും ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.